നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പം നമ്മൾ ഈ ആഴ്ച പറയുന്നത് വെച്ചാൽ കന്നിക്കൂർ നക്ഷത്രങ്ങൾ. ഈ കന്നിക്കൂർ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര നാളുകാർ, അവരുടെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. എന്താണെങ്കിലും വിഷമസന്ധ്യകളൊന്നും ധാരാളം ഇല്ല, സങ്കടങ്ങളൊന്നും അനുഭവിക്കേണ്ട സ്ഥിതികളൊന്നും ധാരാളമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ധനമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യസ്ഥിതികളുണ്ട്. ധന ലാഭം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാനും അതൊക്കെ വിജയത്തിലേക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗാദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സന്തോഷാനുഭവങ്ങളുണ്ട്. ധനം വർദ്ധിക്കാനും ധനം വന്ന് ചേരാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള ഭാഗ്യസ്ഥിതിയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഭാഗ്യസ്ഥിതിയുണ്ട്. ആ സംരംഭങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും. സന്തോഷമായിട്ട് യാത്രകൾ ചെയ്യാൻ സാധിക്കും. ബന്ധുമിത്രങ്ങളൊക്കെ ആയിട്ട് ലോഹ്യങ്ങൾ കൂടാൻ സാധിക്കും. അലോഹ്യമായിട്ട് നിന്ന ആൾക്കാരൊക്കെ ആയിട്ട് ലോഹ്യസ്ഥിതി വരാനും അങ്ങനെയുള്ളതിനൊക്കെ സാഹചര്യങ്ങൾ വന്നു ചേരും. പിന്നെ ചില മംഗളകാര്യങ്ങൾക്ക് ചില ഭംഗങ്ങൾ വരും, ചില തടസ്സങ്ങൾ വരും. ഏതെങ്കിലും രീതിയിൽ അതൊക്കെ ഭിന്നമായി പോണ അവസ്ഥകളൊക്കെ വരും. ഇപ്പോൾ വീട് നിർമ്മാണം ആരംഭിച്ച് വാസ്തുവിൽ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് നീണ്ടുപോകാനും അതൊരു ഭിന്നസ്ഥിതി വരാനൊക്കെ സാധ്യതകളുണ്ട്. വാഹാദി കാര്യങ്ങൾ, വാഹനത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ട് അതോടനടി നടത്തിയെടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു സാഹചര്യം വന്നു ചേരും. അങ്ങനെ ഒരു ദോഷസ്ഥിതിയുണ്ട്. ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാമായി നമുക്ക് സാമഗ്രികളെല്ലാം വാങ്ങിച്ചു, ധനാദി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെയുള്ളതാണെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ട് ആ യാത്ര അല്പം കൂടി നീണ്ടു പോകാനുള്ള സാഹചര്യമുണ്ട്. അതിപ്പോൾ വിദേശയാത്ര തന്നെ ആവണമെന്നില്ല. എങ്ങോട്ടേലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗം വന്ന് അല്പം വൈകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ ഡേറ്റ് നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്ന് ഒക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതയാണ് ഈ സന്ദർഭത്തിൽ. പിന്നെ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ, പഠനാദി കാര്യങ്ങളിൽ, കലാകായികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ വിജയസ്ഥിതികൾ വന്നു ചേരും. ആ രീതിയിലൊക്കെ സന്തോഷങ്ങൾ കുടുംബത്തിൽ വന്നു ചേരും. കായികമായിട്ടുള്ള രംഗങ്ങൾ, വിദ്യാഭ്യാസമായിട്ടുള്ള രംഗങ്ങൾ, മറ്റ് മത്സരാദി കാര്യങ്ങൾ, അതിലൊക്കെ പങ്കെടുത്ത് ഉത്തരമത്തം ചിത്തിര ആളുകാർക്ക് ചില ഭാഗ്യസ്ഥിതികളൊക്കെ വന്ന് അത് മുഖേനയൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യസ്ഥിതി ഉണ്ട്. അത് ചില ഗുണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഈ കുറി, അതല്ലെങ്കിൽ ലോട്ടറി എന്നും പറഞ്ഞങ്ങനെ ധാരാളം ലോട്ടറി കാശുകളൊന്നുമില്ല. അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് കുറച്ച് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവ മറ്റൊരു ബന്ധുമിത്രായി സഹായിച്ചാവാം, ചിലപ്പോൾ നമ്മളുടെ ഏതെങ്കിലും രീതിയിലുള്ള സ്വത്തുകൾ കിട്ടിയിട്ടാവാം, പൂർവികർ സ്വത്ത് കിട്ടിയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യസ്ഥിതികൾ വന്നിട്ടാവാം. ഏതെങ്കിലും രീതിയിൽ ധനം അല്പം വന്നു ചേരാനുള്ള ഒരു സാഹചര്യവും സമയമൊക്കെ ഉള്ളത്. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. പിന്നെ മുൻകാലങ്ങളിൽ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് നാൾ പഴക്കമുള്ള പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ലോഹ്യം ചേരാനും അതുവഴി പല സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സമയമുള്ളത്. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ ഗൃഹനിർമ്മാണം ചില രീതിയിലൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. ചിലപ്പോൾ പഴയ വീടാണെങ്കിൽ തന്നെ ഇനി മേൽക്കൂര പണിയാനും അല്ലെങ്കിൽ രണ്ടാം നില പണിയാനും അങ്ങനെയൊക്കെയുള്ള മനസ്സുകൾ വരും.
അതുപോലെ തന്നെ പുതുക്കി പണിയാനുള്ള സാഹചര്യങ്ങൾ മനസ്സൊക്കെ വരും. പിന്നെ വേണമെങ്കിൽ ആ വീട് മോടി ഒലിപ്പിക്കാനുള്ള മനസ്സും സാഹചര്യമൊക്കെ വരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് ഈ കന്നിക്കൂർ നക്ഷത്രക്കാർക്ക്. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മിത്രങ്ങളെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി വരും. ഏതെങ്കിലും രീതിയിൽ സഹായിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതി കൂടിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ വസ്തുവകൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും രീതിയിലൊക്കെ വീട് വിൽക്കുക, സ്ഥലം വിൽക്കുക, അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാൻ ധാരാളം കാലമായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ആ വിൽപ്പന നടക്കും. അതിനൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ധാരാളം സമയമായിട്ട് വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ആൾക്കാർ, അതൊക്കെ ഉടനടി ശീഘ്രം നടക്കും. അതിനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുണ്ട്. പിന്നെ പറയുക, പ്രതീക്ഷിക്കാതെ, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴിയോ ബന്ധുമിത്ര വഴിയൊക്കെ ദൂര തീർത്ഥാടനങ്ങൾക്ക് പോകാനൊക്കെ ഉള്ള സന്ദർഭങ്ങൾ കിട്ടും. അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരും. അപ്പം അങ്ങനെ പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ ചില ഭാഗ്യങ്ങളുണ്ട്. ഭൂരിഭാഗം ഈ നാളുകാരുടെ കുടുംബത്തിലും സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും. ഈ സമയത്തേക്ക് സന്താനങ്ങൾ വഴി പല വിധേന സന്തോഷിക്കാനുള്ള ചില സാഹചര്യങ്ങൾ വന്ന് ചേരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നാളുകളിൽ പറയുകയാണെങ്കിൽ അത്തം നാളുകാർക്ക് ചില പോലീസ് കേസ് കാര്യങ്ങൾ വന്നു ചേരാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അത് ധനമായിട്ട് ബന്ധപ്പെട്ടാണ് പോലീസ് കേസ് കാര്യങ്ങൾ വന്നു ചേർന്നത്. മറ്റ് അടിപിടി കാര്യങ്ങൾ, വാഹനാദി കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ധനമായിട്ട് ബന്ധപ്പെട്ട് ചില പോലീസ് ഇടപെടൽ കാര്യങ്ങളൊക്കെ, കേസ് കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ അത്തം നക്ഷത്രക്കാർക്ക്. കന്നിക്കൂറുള്ള നക്ഷത്രക്കാർക്ക് അങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട്. പിന്നെ മിത്രങ്ങൾ അപകടത്തിൽപ്പെടുക, മരണ സ്ഥിതിയിലാവുക, ആരോഗ്യങ്ങൾ ഒട്ടും തന്നെ യോജിക്കാത്ത അവസ്ഥയിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള മിത്രങ്ങളുടെ ചില അവസ്ഥകളും ഉണ്ടാവും ഈ അത്തം ചിത്തിര നാളുകാർക്ക്. അവർ ഏറ്റവും അടുത്ത മിത്രങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനും ആ ബുദ്ധിമുട്ട് നമ്മളും പങ്കുചേരാനൊക്കെ ഉള്ള ചില അവസ്ഥകൾ വന്ന് ചെയ്യും. ഇതൊക്കെ മോചനം കിട്ടിയേക്കാം. എന്നാലും അങ്ങനെയൊക്കെ നമുക്ക് സങ്കടങ്ങൾ വന്ന് ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സമയം. എന്തായാലും ധനമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷസ്ഥിതിയാണ്. തൊഴിലായിട്ട് ബന്ധപ്പെട്ട് സന്തോഷസ്ഥിതിയാണ്. അതുപോലെ തന്നെ സംരംഭകരായിട്ട് ബന്ധപ്പെട്ടാലും സന്തോഷസ്ഥിതിയാണ്. ദാമ്പത്യ ജീവിതം, സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും സന്തോഷസ്ഥിതിയാണ്. അപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുണസ്ഥിതിയുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ സങ്കടാവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഒടിവ് ചതവ് വീഴ്ച വ്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും ഈ ഗുണങ്ങളൊന്നും വന്ന് ചേരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ദോഷത്തിൽ നിന്ന് മുക്തി കിട്ടി ഈ ഗുണങ്ങൾ വന്നു ചേരുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം, അഷ്ടോത്തര മന്ത്രാർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം, അഷ്ടോത്തര മന്ത്രാർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. ഗണപതി ഭഗവാന് നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. ഇവരനുഭവിക്കുന്ന ഈ കന്നിക്കൂറുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് വളരെ വിശേഷമാണ്. ഗണപതി ഭഗവാന് നെയ്വിളക്ക്, പാൽപ്പായസം, സുബ്രഹ്മണ്യസ്വാമിക്ക് ത്രിമധുരം, അഷ്ടോത്തര മന്ത്രാർച്ചന, മഹാദേവന് ഭാഗ്യസുക്ത മന്ത്രാർച്ചന, വെള്ളനൈദ്യം എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനം കിട്ടും. സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും, ഭാഗ്യസ്ഥതകൾ വന്നു ചേരും. എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളെല്ലാം ശ്രീ മഹാദേവൻ മാറ്റി തരട്ടെ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരും. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.